ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് നേരെ എന്താ പറയുക കാസർഗോഡ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാനും ഉപ്പയും പിന്നെ ഉപ്പൻ്റെ അനിയനും വരൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക തലശ്ശേരിന്ന് വിട്ടിട്ട് കുറച്ച് നേരം ഒരു 11:40 അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചെക്കൻ്റെ സ്ഥലം കാസർഗോഡാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് ഒണ്ണാവർ ഗോവ അതിൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്ന് നിൽക്കാൻ കാസർഗോഡ് ഒരു വലിയൊരു സ്ഥലം എടുത്തിട്ട് അവിടെ നിന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് നാളെ റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി സംഭവമൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. കേരളീയ ബ്ലോഗ് എങ്ങനെയാണെന്ന് ഇപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ്, സ്പോട്ട് എടുത്താണ്, ഒരു പ്ലാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഏകദേശം കാസർഗോഡ് നിന്ന് എന്താ പറയുക ഒരു 20 കിലോമീറ്റർ, കാഞ്ഞങ്ങാടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത്. ഇവിടുന്ന് 18 കിലോമീറ്റർ അങ്ങനെ ഉണ്ട്. കറക്റ്റ് എവിടാന്നൊന്നും അറിയില്ല. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ വേറെ എന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഡെയിലി ആയിരിക്കും ഓരോ ബ്ലോഗ് ചെയ്താൽ ഇങ്ങനെ വിചാരിക്കുന്നത്. ബട്ട് ആഫ്റ്റർ ഓൾ കണ്ടന്റാണ് നോക്കി. അപ്പോൾ ഇതിപ്പോൾ ഒരു യാത്ര ചെയ്തതിന് മുന്നെയാണ് ഞാൻ വെച്ച് ബ്ലോഗ് എടുത്തിട്ട് അങ്ങനെ പോവാൻ. ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ കണ്ണൂരെത്താനായെന്ന് തോന്നുന്നുണ്ട്. കണ്ണൂരെത്തി. മെയിനായിട്ട് ഇങ്ങനെ ട്രാവൽ വ്ലോഗ് ചെയ്യുന്നൊരു നല്ലൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബട്ട് എന്താ പറയുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടും കിട്ടില്ല. സോ കിട്ടുന്ന ഗ്യാപ്പിൽ ഇങ്ങനെ എന്താ പറയുക ചെറിയ വ്ലോഗ് അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഇങ്ങനെ. യെസ്, നമ്മളങ്ങനെ കണ്ണൂർ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കണ്ണൂർ ഫാൻസിൽ ഇടപെടാം. General compartment. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ കണ്ണൂർ വന്നിട്ട് വ്ലോഗ് ചെയ്തത് ഒന്ന് ഞാൻ ഉറങ്ങിപ്പോയൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ മൊത്തം കാട് പ്രദേശമാണ്. നമ്മൾ പയ്യന്നൂർ എത്തിയിരിക്കുന്നു. പയ്യന്നൂർ പയ്യന്നൂരിന് കേൾക്കുമ്പോൾ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഇതാണ് വടക്കൻ ഗേറ്റിൽ മാത്രം കണ്ടുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളപ്പോൾ ഇങ്ങനെ കാഞ്ഞങ്ങാട് ഇറങ്ങി. കാഞ്ഞങ്ങാട് ഇപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമുക്ക് 4 മണിക്കാണ് നിൽക്കുക. അപ്പോൾ
നമുക്ക് പോകേണ്ട സ്ഥലം ചട്ടഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗായ്സ്, അപ്പം നമ്മളങ്ങനെ എന്താ പറയുക ഫുഡ് കഴിച്ചു. എത്ര അടുത്തേക്ക് വന്നിന് നമ്മളപ്പം അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജാസ്മിൻ വില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തി. ഇവിടെ ഓരോരുത്തർ എത്തുന്നുള്ളൂ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വെന്യൂ. ഓക്കെ, ഇതൊരു എന്താ പറയുക, ഒരു ഉള്ളോട്ടാണ്. നമ്മളെ ഇവിടെ നിന്നാണ് കാസർഗോഡ് നിന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ കാഞ്ഞങ്ങാടാണ് ഇറങ്ങി. അവിടുന്ന് 21 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വന്ന് അവിടുന്ന് ചട്ടൻചാലിന് അവിടുന്ന് MIC കോളേജിൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു ഉള്ളോട്ട് റോഡിലാണ് ഈ സ്ഥലം വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആക്ച്വലി സംഭവം ഒരു വീടാണ്. ഈ ഒരു വീട് ഇവർ ഇതായിട്ട് കൺവേർട്ട് ആക്കിയതാണ്. ഐ മീൻ അങ്ങനെയൊക്കെയാണ് ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. ഇത് നോക്കി ഞങ്ങൾ ചുറ്റും ഇതാണ് ഒരു സ്റ്റേജ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. എന്നൊരു സ്ഥലം മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഫുൾ പച്ചപ്പ് മയമുള്ളൊരു ഏരിയ. ഗൈസ്, അപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് 4 മണിക്കാണ് ഇപ്പം നിൽക്കാറ്. അതിൻ്റെ തൊട്ടപ്പെട്ട ഒരു പള്ളി ഉണ്ടാവും. നമ്മൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. ഫുഡൊക്കെ കഴിച്ചിവിടെ ഇങ്ങനെ ഇത്തപ്പോൾ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലേക്ക്. നിൽക്കാന് പോവാണ്. ഓക്കെ, അവന് ലൈൻ നോക്കണം കേട്ടോ. ഗൈസ്, ഇതാണ് നിക്കാതെ നടക്കുന്ന പള്ളി. ഗൈസ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ തോങ്ക ജമാഅത്തിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട നിക്കാഹ് കഴിഞ്ഞ് തുടങ്ങാൻ ലേറ്റായി. ഇവിടെ നല്ല എന്താ പറയുക, മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെക്കൻ്റെ അവിടെ ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കണ്ട സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ഇതാണ് ചെക്കൻ. നമ്മൾ കയ്യിലാണ് വഴി. ഗൈസ്, ഇതിലാണ് ഇപ്പോൾ പോകുന്നത്. ജിനേപ്പാ, അതെ അതെ.
ഇതിങ്ങനെ മറ്റേ പണ്ട് സ്കൂളിൽ നമ്മള് ലൈൻ അടിച്ചു പോകൂലേ, അതേപോലെ ലൈന് ഇങ്ങനെ പോവാണ്. ആ കാണുന്നതാണ് ചെറുക്കൻ്റെ വീട്. ഒരു കഥ തന്നെ ഗൈസ്. നമ്മളങ്ങനെ എന്താ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. അവിടെയാണ് വൻ കൺജസ്റ്റഡും എന്താ പറയുക ഫുൾ അങ്ങനെ ആണ്. യെസ് യെസ് എന്താ we are going. So guys, അപ്പോൾ നമ്മുടെ അങ്ങനെ ഫസ്റ്റ് തുടങ്ങുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോവുകയാണ്. മേ ബി ഇന്ന് അവിടെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇപ്പം എന്തായാലും ലേറ്റ് ആയി, നോക്കട്ടെ, അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ബ്ലോഗായിട്ട് ഇറക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡി ബ്ലോഗിൽ തന്നെ ഇറക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. യെസ് സുഹൃത്തുക്കളെ, അപ്പം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടൊരു 5 മിനിറ്റായി.